ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ മയക്കുമരുന്ന് വെച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ചക്കരക്കൽ കുളം ബസാറിലെ പി ജിസിൻ, ചക്കരക്കലിലെ കെ ശ്രീലാൽ, കെ അർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. MDMA, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് അച്ചാർ കുപ്പിയിൽ ഒളിപ്പിച്ചിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേർന്നു. മനോജ്, എന്തൊക്കെയാണ് ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിവരങ്ങൾ? മയൂരി ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി ഒപ്പം ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞതനുസരിച്ച് എത്തിച്ച അച്ചാർ കുപ്പിയിൽ MDMAയും ഹാഷിഷ് ഓയിലും കടത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് പ്രതികളെ മണിക്കൂറുകൾക്കകം തന്നെ ചക്രക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചക്രക്കൽ കുളം ബസാറിലെ കെ അർഷാദ്, പി ജിസിൻ, ചക്രക്കൽ സ്വദേശി കെ ശ്രീലാൽ എന്നിവരെയാണ് ചക്രക്കൽ ഇൻസ്പെക്ടർ MP ഷാജിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഈ മനസാക്ഷിയെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായത്. ഒരു മയക്കുമരുന്ന് കടത്ത് എന്നുള്ളത് പ്രവാസികളെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു മയക്കുമരുന്ന് കടത്തിനാണ് ശ്രമമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് ചക്രക്കൽ ഇരുവേരി കണിയന്നൂരിലെ മിഥിലാജിന്റെ വീട്ടിലേക്ക് അയൽവാസിയായ ജിസിൻ ഒരു പാർസൽ എത്തിക്കുന്നത്. ഇത് മിഥിലാജിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന വഹിൻ എന്നയാൾക്ക് കൊടുക്കണം എന്നായിരുന്നു നിർദ്ദേശം. ഈ ജിസിൻ ഇത്തരത്തിലുള്ള ഒരു പാർസൽ എത്തിക്കും എന്ന കാര്യം വഹിൻ മിഥിലാജിന് നേരത്തെ മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിലൊരു സംശയം ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മിഥിലാജിന്റെ ഭാര്യ പിതാവ് അമീറാണ് ഈ പാർസൽ എന്താണ് എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞത്. അച്ചാറിൻ്റെ കുപ്പിയിൽ സാധാരണ നമ്മൾ കാണാറുള്ള ഒരു ലേബൽ സീൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ അച്ചാർ കുപ്പിയിൽ, ഇവിടെ എത്തിച്ച അച്ചാർ കുപ്പിയിൽ അത്തരത്തിലുള്ളൊരു ലേബൽ ഉണ്ടായിരുന്നില്ല. അതും സംശയത്തിനിടയാക്കി. ഈ അച്ചാർ ഒരു പ്ലേറ്റിലേക്ക് തട്ടി നോക്കിയപ്പോഴാണ് അതിലൊരു പ്ലാസ്റ്റിക് കവറും ഒരു ചെറിയ ബോട്ടിലും കണ്ടെത്തിയത്. ഇതോടെ വീട്ടുകാർ ചക്രക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ MP ഷാജിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് മയക്കുമരുന്നാണ് എന്ന് കണ്ടെത്തിയത്. 0.26 ഗ്രാം MDMAയും 3.4 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് ഈ അച്ചാർ കുപ്പിയിൽ ഒളിപ്പിച്ച് കടത്താനുള്ള ഒരു ശ്രമം നടന്നത്. ജിസിനാണ് ഈ പാർസൽ വീട്ടിലെത്തിച്ചതെങ്കിലും ഇതിൻ്റെ പ്രധാന സൂത്രധാരന്മാർ അർഷാദും ശ്രീലാലുമാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അർഷാദ് ഹാഷിഷ് ഓയിൽ ശ്രീലാലിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. MDMA ശ്രീലാൽ തന്നെ കണ്ണൂരിലെത്തി സംഘടിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ വഹിൻ ഏൽപ്പിച്ചത് അനുസരിച്ചാണ് ഇത് ചെയ്തതെന്നാണ് ഈ പ്രതികളിപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ മയക്കുമരുന്ന് കടത്ത് കൃത്യമായും വഹിന് അറിയാം എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വീട്ടുകാരുടെ ഒരു ജാഗ്രത, പ്രത്യേകിച്ച് ഈ ഭാര്യ പിതാവ് അമീർ കാട്ടിയ ആ ജാഗ്രത, അതുകൊണ്ട് മാത്രമാണ് മിഥിലാജ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട് അകത്തു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ആ ചെറുപ്പക്കാരന് ഉണ്ടാകുമായിരുന്നു. ഈ പാർസലിൽ എന്താണ് എന്ന് നോക്കാൻ എന്ന് തോന്നിയ ആ സന്ദർഭത്തെയാണ് ഇപ്പോഴെല്ലാവരും വലിയൊരു ഭാഗ്യമായി കരുതുന്നത്. ചിപ്സും അച്ചാറും എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അത് നോക്കാൻ തോന്നിയത് കൊണ്ട് മാത്രം ഒരു യുവാവ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായത്. നമ്മൾ ഈ അവധിയൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകുന്നവരുടെ പക്കൽ ഇത്തരത്തിൽ ബേക്കറി സാധനങ്ങളും മറ്റും നമ്മൾ കൊടുത്തു വിടാറുള്ളത് പതിവാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ പോലും, അത്തരം കാര്യങ്ങൾ പോലും വിശ്വസിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത്തരക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ പ്രതിഷേധം പ്രവാസികളിൽ നിന്നും മറ്റും വലിയ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഈ വാർത്ത പുറത്തു വിട്ടപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആകെ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഇനി ആര് പാർസൽ തന്നാലും അത് തുറന്നു നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാണ് മിഥിലാജ് തന്നെ പറയുന്നത്. മിഥിലാജുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞെട്ടലിപ്പോഴും മാറിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും വഹിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണോ, എന്താണ് ഇതിൻ്റെ ഈ മയക്കുമരുന്ന് കടത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് എന്നത് കൂടുതലായി അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ഉണ്ടാകും എന്ന് ചക്രക്കൽ ഇൻസ്പെക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തും എന്നും പോലീസ് പറയുന്നുണ്ട്. മയൂരി.